രണ്ട് വലിയ മലകൾ, അതിനിടയിൽ വലിയൊരു ഗർത്തമാണ്. ആ ഗർത്തത്തില് വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല. ഈ രണ്ട് മലകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലം ഉണ്ട്. ആ പാലത്തിന് പ്രത്യേകിച്ച് കൈവരികളൊന്നുമില്ല. ഇപ്പൊ നിങ്ങളോട് പറയുകയാണ് ഈ മലയിൽ നിന്ന് മറ്റേ മലയിലേക്ക് നടന്നു പോകണം എന്ന്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ നിങ്ങൾ ആ പാലം കടക്കാൻ തയ്യാറാകുമോ? ഇന്ന് കാല് തെറ്റിയാൽ താഴെ വീഴും. യെസ്, ആ ഒരു സമയത്ത് നമ്മൾ പിന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ മറ്റേ മലയിൽ നിങ്ങളെ കാത്ത് പ്രതീക്ഷയോടെ കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ മക്കളുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾക്ക് മക്കൾ എന്ന് വെച്ച ജീവനാണ്. അപ്പൊ ആ കുഞ്ഞിനെ രക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു മാതാവ് അല്ലെങ്കിൽ പിതാവ് എന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ കുഞ്ഞില്ലാതെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആ പാലം കടക്കാൻ, അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ചാടിക്കടക്കാൻ പോലും തയ്യാറല്ല, ആ രീതിയിൽ നിങ്ങൾ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ. ഒരു തീരുമാനമെടുത്ത് അതിനെ പ്രാവർത്തികമാക്കണമെങ്കിൽ ആ ആക്ഷൻ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണമുണ്ടാവുക, അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ വൈ എത്രമാത്രം സ്ട്രോങ് ആവുന്നോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങൾ ആ റിസൾട്ടിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ.